ഒരു നൂറ്റാണ്ടിന്റെ പ്രൗഢശോഭയിൽ പരവൂർ ദേശത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 1200ഓളം കുട്ടികൾ പഠിക്കുന്ന SNVGHSന്റെ 100ാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. 1923 ഈ നാട്ടിലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി ഗുരുദേവനാൽ അരുളി ചെയ്ത് ഗുരുദേവൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ഈ സരസ്വതി ക്ഷേത്രം ഇന്ന് 100 വർഷം പിന്നിടുകയാണ്. ഏകദേശം 1200ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ കലാലയത്തിൽ നിന്നും പ്രഗത്ഭരായ നിരവധി ആയിരക്കണക്കിന് പേരാണ് കഴിഞ്ഞു പോയത്. വരും വർഷങ്ങളിൽ ഈ സ്കൂളിൻ്റെ കാര്യക്ഷമത കുറേ കൂടി വർദ്ധിപ്പിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടത്തക്ക നിലയിൽ +2 അനുവദിച്ച് കിട്ടിയാൽ അതും കൂടി ചേർത്ത് വളരെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സ്ഥാപനമായി മാറും. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ കലാലയത്തിൽ വരും വർഷങ്ങളിൽ 12ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. 1856 രൂപീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരവൂർ ശ്രീനാരായണ വിലാസം സമാജത്തിന്റെ ശ്രമഫലമായി വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച ഒരു വിഭാഗം ജനങ്ങൾക്കു വേണ്ടി 1923 ശ്രീനാരായണ ഗുരുദേവനാൽ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ച SNV സ്കൂൾ എന്ന ഇംഗ്ലീഷ് വിദ്യാലയമാണ് പിൻകാലത്ത് SNVGHS എന്ന പേരിൽ പരിലസിക്കുന്ന ഈ വിദ്യാലയം. നമ്മുടെ സ്കൂൾ ഇന്ന് 100ാം വാർഷികത്തിൻ്റെ അഭിമാനമായ നിമിഷങ്ങളിൽ നിൽക്കുകയാണ്. പ്രഗത്ഭരായ അനവധി അധ്യാപകർ ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ പ്രഗത്ഭരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ എനിക്കും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാകാനും ഇന്നിവിടുത്തെ HM പദവിയിലെത്താനും കഴിഞ്ഞത് എൻ്റെ അധ്യാപകരുടെ ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പൊതുസമൂഹത്തിന് പ്രയോജനകരമായ രൂപത്തിൽ ആയിരക്കണക്കിന് കുട്ടികളെ ഇറക്കാൻ നമ്മുടെ സ്കൂളിന് കഴിയട്ടെ. പരവൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ P ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 100ാം വാർഷികത്തിൻ്റെ ഒരു നിറവിൽ നിൽക്കുന്ന സ്കൂളിൻ്റെ ഈ ഒരു പരിപാടിക്ക് മുൻ വിദ്യാർത്ഥിനിയായിട്ടുള്ള എനിക്ക് ഈ നിയോഗം വന്നത് വളരെ സന്തോഷമാണ്. നമ്മുടെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളൊക്കെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പേരും പെരുമയും വളരെ വലുതാണ്. നമ്മുടെ പരവൂർ SNVGHS പങ്കെടുക്കുന്ന മിക്ക കായിക മത്സരങ്ങളൊക്കെ തന്നെ പ്രൈസുകൾ വാരി കൂട്ടാറുണ്ട്. അറിയപ്പെടാത്ത കുറേ പേര് നമ്മുടെ സ്കൂളിൽ നല്ല നിലയിൽ ഇപ്പോഴും പല പ്രവർത്തന മേഖലയിൽ അവരുടെ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ആദരിക്കാനോ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് കൊടുക്കാനുള്ള പ്രശംസകളൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞത് തന്നെയും പേരെടുത്ത് പറയാവുന്ന കുറേ അധികം ആൾക്കാർ നമുക്ക് ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകൾ പോകുന്നുണ്ട്. സ്കൂൾ മാനേജർ ശ്രീ S സാജൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. SNV സമാജം സെക്രട്ടറി ശ്രീ K ചിത്രാംഗതൻ പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു. പരവൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി V അംബിക, പരവൂർ നഗരസഭ വാർഡ് കൗൺസിലർ ശ്രീ R രഞ്ജിത്ത്, BJP കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ BB ഗോപകുമാർ, ചാത്തന്നൂർ AEO ശ്രീമതി റോസമ്മ, PTA പ്രസിഡന്റ് ശ്രീ സുവർണൻ പരവൂർ, ഹെഡ് മിസ്ട്രസ് ശ്രീമതി S പ്രീത എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. ഞാൻ ഈ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. എൻ്റെ പേര് കർമ്മ. ഇവിടുത്തെ വിദ്യാർത്ഥികളെ എല്ലാ കാര്യത്തിലും പാഠ്യ വിഷയത്തോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും മുൻപന്തിയിലെത്തിക്കാനായിട്ട് ചുക്കാൻ പിടിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, PTA മാനേജ്മെൻറ്റ് എല്ലാവരെയും ഈ അവസരത്തിൽ എല്ലാവരോടും ഞാൻ നന്ദി എൻ്റെ പേരിലും സ്റ്റാഫ് സെക്രട്ടറി എന്ന പേരിലും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു സ്കൂൾ 100 വർഷം എത്തുക എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൻ്റെ ഒരു ചരിത്രം, പരവൂരിലുള്ളൊരു മണ്ണിൽ സ്കൂളിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തി കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ പോലും സ്കൂളിൻ്റെ പേര് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ 100 വർഷക്കാലം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണക്കാർക്ക് പഠിക്കാനായി തുടങ്ങിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ് അദ്ദേഹം നിലവിളക്ക് കത്തിച്ചുകൊണ്ട് തുടങ്ങിയ ഈ സ്കൂള് ഇന്ന് 100 വർഷം എത്തിച്ചേരുമ്പോൾ അതിൻ്റെ PTA പ്രസിഡന്റ് എന്ന നിലയിലും അതിൻ്റെ PTA നയിക്കുന്ന ആ ഒരു ടീമിനെ നയിക്കുന്ന ആ ഒരാളെന്ന നിലയിലും ഏറെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. SNV സമാജം വൈസ് പ്രസിഡന്റ് ശ്രീ B ശശിധര പണിക്കർ പരിപാടിയിൽ കൃതജ്ഞത അറിയിച്ചു. 100 വർഷം മുമ്പ് ഗുരുദേവൻ ഭദ്രദീപം കൊളുത്തിയ ഈ ഒരു വിദ്യാലയം ഇന്ന് 100 വർഷമായിട്ട് ഒരു അഭിമാന നിമിഷത്തിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു വിദ്യാലയമാണ് ഇന്നത് അറിയപ്പെടുന്നൊരു വിദ്യാലയം. ഈ വിദ്യാലയത്തിൽ ഒരു സ്റ്റുഡൻ്റ് ആവാനും ഒരു സ്കൂൾ ലീഡർ ആകാനും സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. തുടർന്ന് സ്കൂൾ വാർഷിക ആഘോഷ പരിപാടികൾ നടന്നു. ग्लानिर्भवति
भवति भारत अभ्युत्थानमधर्मस्य तदात्मनां सृजा